കോവിഡുമായി ബന്ധപ്പെട്ട വാർത്ത വരുന്നു. 24 മണിക്കൂറുണ്ട്. സംസ്ഥാനത്ത് 128 പേർക്ക് കൂടി കോവിഡ് എന്നതാണ് വാർത്ത. ഒരു കോവിഡ് മരണവുമുണ്ട്. സംസ്ഥാനത്ത് ആക്റ്റീവ് കേസുകൾ 3128 ആയിട്ടുണ്ട്. അല്ലമീൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അല്ലമീൻ, വിവരങ്ങൾ. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുതിയ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുകയാണ്. രാജ്യത്ത് തന്നെ കോവിഡ് കണക്കുകളുടെ കാര്യം. ഇതിൽ രാജ്യത്തെ മൊത്തത്തിൽ കോവിഡ് വ്യാപനത്തിൽ 77% കേരളത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇതുവരെയുള്ള കണക്ക് പ്രകാരം 3128 ആക്റ്റീവ് കേസുകൾ കേരളത്തിലുണ്ട്. അതിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 128 പേർക്കാണ് സംസ്ഥാനത്ത് കോവിഡ് ബാധ ഉണ്ടായിട്ടുള്ളത്. രാജ്യത്ത് ഇന്നലെ കോവിഡ് ബാധിച്ചുള്ള ഒരു മരണമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആ മരണം അത് കേരളത്തിലുമാണ്. ഏതായിരുന്നാലും JN1 എന്നുള്ള പുതിയ വകഭേദത്തിന്റെ ആശങ്ക ഇല്ല എന്ന് കേന്ദ്ര സംസ്ഥാന ആരോഗ്യ മന്ത്രാലയങ്ങൾ ഒരുപോലെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും കൃത്യമായിട്ടുള്ള മുൻകരുതലും ജാഗ്രതയും ശ്രദ്ധയും വേണമെന്നുള്ളത് ആരോഗ്യ മന്ത്രാലയവും സംസ്ഥാന ആരോഗ്യ വകുപ്പും ആവർത്തിക്കുകയാണ്. പ്രത്യേകിച്ച് ക്രിസ്മസ് ഉൾപ്പെടെ ന്യൂ ഇയർ ഉൾപ്പെടെ ആഘോഷ രാവുകളാണ്, ഉത്സവ ദിനങ്ങളാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ മുൻകരുതൽ ഇക്കാര്യത്തിൽ വേണമെന്നുള്ളതാണ് എടുത്തു പറയുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയം രാജ്യത്ത് തന്നെ കോവിഡ് ബാധിതരിൽ 77% അത് കേരളത്തിലാണുള്ളത്. അല്ലമീൻ, തിരുവനന്തപുരത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.